നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ദൈവവചനം പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥന സ്തോത്രത്തോടുകൂടെ ആയിരിക്കണം, വിത്ത് താങ്ക്സ് ഗിവിംഗ്. കർത്താവെ സ്വോത്രം 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 ഞങ്ങളുടെ കർത്താവെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതല്ല. അത് പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഈ വെറുതെ സ്തോത്രം പറയുന്നത് തന്നെ ജൽപ്പനമാണ്. വെറുതെ സ്തോത്രം പറയുന്നത് അല്ലേ? വെറുതെ സ്തോത്രം. പിന്നെ വേറെ സ്തോത്രമുണ്ട്, അയ്യോ സ്തോത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വണ്ടി ഇടിക്കാന്ന് വണ്ടിയെ കയറുമ്പോൾ അയ്യോ സ്തോത്രം സ്തോത്രം അയ്യോ സ്തോത്രം. അയ്യോയും സ്തോത്രവും ഒരുമിച്ച് പോകത്തില്ല, അത് മനസ്സിലാക്കണം. ഒന്നിൽ അയ്യോ അല്ലെങ്കിൽ സ്തോത്രം. അയ്യോയും സ്തോത്രവും ഒരുമിച്ച് അല്ലേ എന്ന് പറഞ്ഞു നോക്കിയോ. ഒന്നിൽ അയ്യോ എന്ന് പറയുമ്പോ എന്താണ്? സ്തോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയാണ് അല്ലേ? അയ്യോയും സ്തോത്രവും എന്ത് ചെയ്യത്തില്ല? ചേർന്ന് പോകത്തില്ല. ഒന്നിൽ അയ്യോ പറയണം അല്ലെങ്കിൽ സ്തോത്രം പറയണം. ഇത് രണ്ടും കൂടെ പോകത്തില്ല. അപ്പൊ നമ്മൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക എന്ന് പറയുന്നത് വാക്കുകളിലല്ല. എന്താണ്? ഡു യു ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് ഒരു നന്ദിയുള്ള ഹൃദയം ഉണ്ടോ? നന്ദിയുള്ള ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, അതല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അതാണ് ആദ്യത്തെ കാര്യം. വിചാരമുള്ളവന്, വിചാരപ്പെടുന്നവന് അവന് കംപ്ലൈന്റ് ഉണ്ടായിരിക്കും, അവന് നന്ദി ഉണ്ടായിരിക്കത്തില്ല. ഫസ്റ്റ് തിങ് ദാറ്റ് ഈസ് നീഡഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോസ്റ്റ് ഓഫ് അസ് പ്രേ ആൻഡ് വറി. നമ്മൾ നല്ലൊരു ശതമാനവും പ്രാർത്ഥിക്കുകയും ആകുലപ്പെടുകയും ചെയ്യുന്നു. ആകുലതയോടെയുള്ള പ്രാർത്ഥനയല്ല, ആശ്രയത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ആവശ്യം. ഇറ്റ് ഈസ് നോട്ട് പ്രയർ വിത്ത് വറി, ഇറ്റ് ഈസ് വിത്ത് പ്രയർ വിത്ത് ഫെയ്ത്ത്. ഇറ്റ്സ് നോട്ട് പ്രയർ ആൻഡ് വറി. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ആകുലപ്പെടാൻ പാടില്ല. ആകുലപ്പെട്ടാൽ എന്റെ അർത്ഥം എനിക്ക് ആശ്രയമില്ല എന്നുള്ളതാണ്. ഐ ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ഗാഡ്. ഇഫ് യു ട്രസ്റ്റ് ഇൻ ഗാഡ് ദെൻ യു വിൽ നെവർ ഹാവ് വറി. അപ്പൊ അതുകൊണ്ട് ആ വാക്യത്തിന്റെ പ്രഥമ ഭാഗം അതാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. അഗൈൻ ഐ സേ റിജോയ്സ്. ലെറ്റ് ഓൾ മെൻ നോ യുവർ ഫോർബെയറൻസ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അത് നമ്മൾ സൗമ്യത സകല മനുഷ്യർ അറിയട്ടെന്ന് പറയുന്നത് നടക്കുമ്പോൾ കാണിക്കുന്ന സൗമ്യതയോ സംസാരിക്കുമ്പോൾ ബ്രദറേ എന്ന് വിളിക്കുന്ന സൗമ്യതയൊന്നും അല്ല. അതൊക്കെ ആർക്കും കാണിക്കാം. എന്താണ് സൗമ്യത? സൗമ്യത എന്ന് പറയുന്നത് തീക്കകത്ത് നിൽക്കുമ്പം കൂളായിട്ട് നിൽക്കുന്നതാണ് സൗമ്യത എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾ തന്നെ ചോദിക്കും, നിനക്ക് എന്ത് ഒരു പേടിയില്ലാതെ? എന്നാ പേടിക്കാന്? എന്തുവാ, മരിക്കുമ്പോ ചാകും, അല്ലാതെ അതിൽ കൂടുതൽ എന്നാ പേടിക്കാൻ തന്നെ? എന്താണെങ്കിലും ആരാണെങ്കിലും മരിക്കുമ്പം ചാകും, അതിനപ്പുറത്തൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ തീക്കകത്ത് നിൽക്കുമ്പോഴും പേടിയില്ലാതെ? മരിച്ചാലും എനിക്ക് എന്ന് സംഭവിക്കാന്? പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല ഉദാഹരണം, ഞാൻ എന്റെ ഷാഡോ ഓഫ് ഓൾമൈറ്റി എന്നുള്ള ചെറിയ ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ദൈവം അമ്പെയ്ത്തുകാരനും നമ്മൾ വില്ലുകളുമാണ്. നമ്മൾ ആരാണ്? വില്ലുകൾ. പ്രാർത്ഥന 3 തരത്തിലുണ്ട്. ഒന്ന്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും. നമുക്കെല്ലാം ഉപയോഗിക്കപ്പെടാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് ദൈവത്തിന് വേണ്ടിയൊന്നുമല്ല, മിക്കപ്പോഴും എന്താ, നമ്മളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. വില്ല് ചുമ്മാ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത്, ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ വെറുതെ ഒന്നും ഇരിക്കുന്നത്? എനിക്കൊന്ന് ശുശ്രൂഷിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കാൻ പോലും അവരെനിക്ക് എന്ത് ചെയ്തില്ല, ഒരവസരം തന്നില്ല. അപ്പൊ നമുക്ക് അവസരം വേണം. എന്തിനാ അവസരം? ഉപയോഗിക്കപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കപ്പെടുകയല്ല, എന്താണ്, പ്രദർശിപ്പിക്കപ്പെടുവാനാണ് നമ്മുടെ ആഗ്രഹം. മിക്കവരും ഉപയോഗിക്കപ്പെടാനെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ കിടക്കുന്നത് എന്താണ്? പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. എനിക്കൂടെ ഞാനും കൂടെ ഒന്ന് പ്രസംഗിക്കട്ടെ, ഞാനും കൂടെ ഒന്ന് പാട്ട് പാടട്ടെ, ഞാനും കൂടെ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, മറ്റുള്ളവരൊന്ന് അറിയട്ടെ, ഇല്ലേ? അത് നമ്മൾ പറയത്തില്ലായിരിക്കും. കർത്താവിനായി ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം, പല സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം. ഇതൊക്കെ ഈ തക്കവണ്ണം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാത്ത കാര്യം, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ പോരായോ? പിന്നെ വന്ന് ഈ ചെയ്ത കാര്യങ്ങളുടെ സാക്ഷ്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിന്റെ അർത്ഥം ഉപയോഗിക്കപ്പെടുവാനായിരുന്നില്ല, പ്രദർശിപ്പിക്കപ്പെടുവാനായിരുന്നു എന്റെ മനസ്സിൽ കിടന്ന താല്പര്യം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന, ദൈവം അമ്പെയ്ത്തുകാരനും നമ്മൾ വില്ലുകളുമാണ്. ഒന്നാമത്തെ പ്രാർത്ഥന എന്താണ്? കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും. രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത പ്രശ്നം. ഇനി ഏതെങ്കിലും കാരണത്താൽ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ദൈവത്തിനൊരു മയവുമില്ലാത്ത പാർട്ടിയാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉപയോഗിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുത്താ ഉണ്ടല്ലോ, ഓയ്യോ വിഷമിച്ചു പോകും നമ്മള്. ശരിക്കും വിഷമിച്ചു പോകും. അന്നേരം നമ്മുടെ അടുത്ത പ്രാർത്ഥന എന്നറിയാമോ? കർത്താവെ ഉപയോഗിച്ചോ, പക്ഷെ എന്നെ അധികം വളയ്ക്കരുത്, ഞാൻ ഒടിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ അടുത്ത പ്രശ്നം എന്താണ്? ആദ്യത്തെ പ്രശ്നം തുരുമ്പെടുക്കുന്നതായിരുന്നു, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഒടിഞ്ഞു പോകുന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന എന്നറിയാമോ?
കർത്താവേ എന്ത് വേണമെങ്കിലും ചെയ്തോ, തുരുമ്പെടുക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഉപയോഗിക്കുകയാണോ? ഉപയോഗിച്ച് നീ എങ്ങനെയെങ്കിലും ഉപയോഗിച്ചു. ചിലപ്പോൾ ഞാൻ ഒടിഞ്ഞു പോകുമായിരിക്കും. ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്നെ. കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നല്ല. ആദ്യത്തെ എന്താണ്? കർത്താവിനെ ഉപയോഗിക്കണമേ, അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്ത് പോകും. കർത്താവ് എന്നെ അധികം വളയ്ക്കരുതേ, ഞാൻ ഒടിഞ്ഞു പോകും. മൂന്നാമത്തെ പ്രാർത്ഥന, കർത്താവെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ, ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത്? കാര്യം ഞാൻ ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. അപ്പൊ അവിടെ എന്താണെന്നറിയാമോ? അവിടെ അവന് വറീസില്ല. ഒടിഞ്ഞു പോകുമോ എന്നുള്ള വറി പോലുമില്ല, ചത്തുപോകുമോ എന്നുള്ള പേടി പോലുമില്ല. അപ്പോഴാണ് നമുക്ക് വിചാരപ്പെടാതെ ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പറ്റുന്നത്. നമുക്കൊക്കെയുള്ള വിചാരത്തിന്റെ പ്രശ്നം, നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉള്ളത് കൊണ്ടാണ്, നമുക്ക് നമ്മുടെ ഒരു ലോകമുള്ളത് കൊണ്ടാണ് നമുക്ക് വിചാരം ഉണ്ടാകുന്നത്. നമ്മുടെ ഒരു ലോകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നവൻ എന്തില്ല? വിചാരങ്ങളില്ല. അവനൊരു പ്രശ്നമില്ല. അവന് തല പോയാൽ പ്രശ്നമില്ല, പിന്നല്ലേ തലവേദന വന്നാൽ പ്രശ്നം. തല പോയാൽ പ്രശ്നമില്ലാത്തവന് തലവേദന വന്നാൽ പ്രശ്നമല്ലോ ഉണ്ടോ? അപ്പോൾ അവിടെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന വാക്യത്തിന്റെ കൃത്യതയുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ സൗമ്യത എന്ത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അപ്പൊ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും പ്രതിസന്ധികളിലൂടെ പോയിട്ട് അവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിക്കേ. അവൻ നമ്മളുടെ സൗമ്യത നമ്മൾ കാണിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മളുടെ സൗമ്യത നമ്മുടെ വാക്കുകളിലല്ല, പ്രത്യുത തീക്കകത്ത് നിൽക്കുമ്പോഴും എയർ കണ്ടീഷന്റെ മുറിയിൽ ഇരിക്കുന്നവന്റെ മനോഭാവവും മുഖഭാവവും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗൾഫിലുള്ള ഒരാളാ. ഈ ജോലിക്കാരെ കടകളിലൊക്കെ ജോലിക്കാരെ നിർത്തുന്ന മിക്കവരും ഈ ഫിലിപ്പിനോകളാണ്. ഈ കൗണ്ടർ സെയിൽസിന് എല്ലാവരും നിർത്തുന്ന ഫിലിപ്പിനോസിനെയാണ്. അപ്പൊ അതിന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അതിന് കാരണമുണ്ട്. ഇന്ത്യക്കാരന് 3000 ദിർഹംസ് കൊടുത്താലും അവൻ 300 ദിർഹംസ് കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖം കണ്ടാൽ. എന്നാൽ ഫിലിപ്പിനോയ്ക്ക് 800 കൊടുത്താലും 8000 കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖം. മലയാളിക്ക് 3000 കൊടുത്താലും 300 കിട്ടുന്നവനെ പോലെയാണ് അവന്റെ മുഖത്ത് നോക്കിയാൽ. പക്ഷെ ഫിലിപ്പിനോയ്ക്ക് 800 കൊടുത്താൽ 8000 കിട്ടുന്ന ആളെ പോലെയാണ് അവളുടെ നിപ്പും ആ ഇടപാടുമൊക്കെ. ഇതാ വ്യത്യാസം. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ മുഖത്ത് നോക്കി ആളുകൾ മനസ്സിലാക്കണം ഏത് പ്രതിസന്ധിക്കും ഇവനെ തളർത്താൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്താ അതിന്റെ അർത്ഥം? ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. എത്ര കഷ്ടത വന്നാലും എത്ര കാലത്തേക്കാ? ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, ഇഫ് ദാറ്റ് ഈസ് യുവർ ഡിലൈറ്റ്, ഇഫ് യു ഡിലൈറ്റ് ഇൻ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ വരവാണ് നിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമെങ്കിൽ, അത് മാത്രമാണ് നീ നോക്കിയിരിക്കുന്നതെങ്കിൽ, ഇറ്റ് ഡസന്റ് മാറ്റർ വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് വേൾഡ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഡസന്റ് മാറ്റർ, ഇറ്റ് ഡസന്റ് അഫക്റ്റ് യു. ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മുഖത്തിന് പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നിട്ടാണ് പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് എന്താ പറയുന്നത്? എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്രേ വേണ്ടത്. ഹാവ് നോ ആങ്സൈറ്റി അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറിഥിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് നോൺ ടു ഗാഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്, സ്തോത്രത്തോടുകൂടെ. വിത്ത് താങ്ക്സ് ഗിവിംഗ്, ലെറ്റ്സ് ബി താങ്ക്ഫുൾ ടു ഗാഡ്. അറിയിക്കുക അത്രേ വേണ്ടത്. കരയല്ല ആവശ്യം, എന്താണ്? അറിയിക്കുകയാണ് ആവശ്യം. സംസാരം ആവശ്യമാണ്, പക്ഷേ അതിനുവേണ്ടി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നൊന്നുമല്ല ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. ലെറ്റ് ഹിം നോ വാട്ട് യുവർ നീഡ് ഈസ്. പക്ഷെ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളൊരു കാര്യം അറിയിക്കണമെങ്കിൽ ആ കാര്യത്തിൽ ദൈവം എന്ത് ചെയ്യുമെന്നുള്ളതും എന്തായിരിക്കും ദൈവത്തിന്റെ പ്രതികരണം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയണം, അല്ലേ? എന്റെ പിള്ളേർ എന്നോട് ഫീസ് ചോദിക്കുകയാണെന്ന് വെച്ചോ, അവരൊരിക്കലും വറിയിൽ നിന്നല്ല ചോദിക്കുന്നത്. 10-ാം തീയതിയാണ് ഫീസ് കൊടുക്കണമെങ്കിൽ 1-ാം തീയതി തൊട്ട് പിള്ളേർ പുറകെ നടന്ന് തരുമോ അപ്പേ, തരുമോ, 10-ാം തീയതി കൊടുക്കണ്ട കേട്ടോ, കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ നടക്കും. ഇല്ല. എന്തുകൊണ്ട് നടക്കത്തില്ല? അവർക്കതൊരു വിഷയമല്ല. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ അപ്പനെ അറിയാം. ദൈവത്തെ നമുക്ക് അറിയാമെങ്കിൽ എന്തുണ്ടാകത്തില്ല? ഒരിക്കലും എന്തുണ്ടാകത്തില്ല? ഉണ്ടാകത്തില്ല. ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിന്റെ കഴിവിനെക്കുറിച്ചും ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും. എനിക്കിപ്പോ എന്റെ പിള്ളേരുടെ ഫീസ് കൊടുക്കാനുള്ള പൈസ ഒക്കെ എന്റെ ഉണ്ട്, അത് എന്റെ പിള്ളേർക്കും അറിയാം. ഒരുപക്ഷെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം മക്കൾക്കൊരു പ്രയാസം കാണുമായിരിക്കും, അല്ലെ? ഒരു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കാണുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ എന്താണ്? അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇല്ല. ഗോഡ് ഈസ് ഏബിൾ. ആൻഡ് ഓൾസോ അപ്പനൊരു കള്ളുകുടിയനാണെങ്കിൽ ചിലപ്പം പിള്ളേരുടെ പേടി എന്തായിരിക്കും? ഫീസ് കൊടുക്കാനുള്ള കാശ് എടുത്ത് അങ്ങനെ കള്ളുകുടിച്ചാലെന്നുള്ള പേടി ചിലപ്പം
കാണും. അപ്പന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. അപ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ഉണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ്. ദൈവം നമ്മളുടെ ആവശ്യങ്ങളിൽ കരുതലുള്ളവനാണെന്നും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ അവൻ കരുണയുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര കൂളായിരിക്കും. അതുകൊണ്ട് അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? അടുത്ത വാക്യം നോക്ക്, ആൻഡ് ദ പീസ് ഓഫ് ഗാഡ് വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് വിൽ കീപ് യുവർ ഹാർട്ട്സ് ആൻഡ് യുവർ മൈൻഡ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നോക്കുക, ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. അല്ലാത്ത സമാധാനത്തിനകത്ത് അർത്ഥമൊന്നുമില്ല. സമാധാനം പല രീതിയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ സമാധാനം ഉള്ളത് എവിടെയാണെന്നറിയാമോ? സെമിട്രിയിലാണ്. ഒരു പ്രശ്നമില്ല. ശവക്കോട്ടയിലാണ് ഏറ്റവും സമാധാനം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതൊരു ചത്ത സമാധാനമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സമാധാനമുള്ള ഭ്രാന്തന്മാർക്കാണ്. കാര്യം അവർക്ക് ഒന്നിനെ കുറിച്ചും വിചാരമില്ല. പക്ഷെ അതൊക്കെ അജ്ഞതയിൽ നിന്നുള്ള സമാധാനമാണ്. പക്ഷെ നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് അജ്ഞതയിൽ നിന്നല്ല, വെളിപ്പാടിൽ നിന്നുള്ള സമാധാനമാണ്. വി നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി നോ. ഒരു പക്ഷേ നാട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എന്ന് പറയുന്നത്. നാട്ടുകാർക്ക് ആ സമാധാനത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ആ സമാധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അവർ റിലേഷൻഷിപ്പ് വിത്ത് an almighty God who is concerned about my life here in this world. ഈ ലോകത്തിലുള്ള എന്റെ ജീവിതത്തെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള സർവശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നും വെളിപ്പാടിൽ നിന്നുമാണ് എനിക്ക് സമാധാനം ഉണ്ടാകുന്നത്. അത് സെമിട്രിയിലെ സമാധാനമല്ല, അത് പ്രാന്തന്റെ സമാധാനമല്ല. ആ സമാധാനം അറിവിന്റെയും വെളിപ്പാടിന്റെയും സമാധാനമാണ്. അറിവിനും അപ്പുറത്തുള്ള വെളിപ്പാടിന്റെ സമാധാനമാണ്. അതുകൊണ്ടാണ് പീസ് ദാറ്റ് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ കാര്യം. ഇല്ലേ? ഒരുപക്ഷെ ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമാധാനം. ബുദ്ധിപരമായിട്ട് ആലോചിച്ചാൽ നമുക്ക് ഒരുപക്ഷെ അത് തിരിച്ചറിയാനായിട്ട് കഴിയും. തിരിച്ചറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി പീപ്പിൾ വിൽ ആസ്ക്, ഹൗ ക്യാൻ യു ബി പീസ്ഫുൾ വെൻ യു ആർ ഫേസിങ് സച്ച് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എടാ ഇത്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിനക്കെങ്ങനെ ഇത്ര കൂളായിട്ട് നടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ സമാധാനമായിട്ട് നടക്കാൻ പറ്റുന്നത്? അവിടെയാണ് ജനങ്ങൾ നമ്മളുടെ സൗമ്യത തിരിച്ചറിയുന്നത്. അവിടെയാണ് ജനങ്ങൾ നമ്മുടെ സൗമ്യത തിരിച്ചറിയുന്നത്. നമ്മൾ എപ്പോഴും പരാതി പറയുന്നവരാണെങ്കിൽ, എപ്പോഴും നമ്മളുടെ കുറവുകളെ കുറിച്ച്, അല്ലെങ്കിൽ അതില്ല ഇതില്ല, നമുക്ക് ഇല്ലായ്മകളെ കുറിച്ച്, ലാക്കിംഗ് ഇൻഫർമിറ്റീസ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നമ്മുടെ സ്പിരിച്വൽ ഇൻഫർമിറ്റീസ് അല്ല, വാട്ട് ആർ തിങ്സ് വി ഡു നോട്ട് ഹാവ് ഇൻ ദിസ് വേൾഡ്. ഓർ യു നോ വാട്ട് ഐ വെൻ യു സേ യു ഡിസേർവ് മെനി മെനി തിങ്സ് ആൻഡ് യു ആർ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, യു ആർ നോട്ട് സ്പിരിച്വൽ. എപ്പോഴാണ് ഒരാൾ ആത്മീയനാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ സംതൃപ്തനാകുമ്പോഴാണ് അവൻ ആത്മീയനാകുന്നത്. കാര്യം ഞാൻ സമർപ്പണത്തിന്റെ ആട്ടുകളിനകത്ത് എഴുതിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണ്, എന്റെ ഈ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ അസംതൃപ്തനാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ സാഹചര്യം എനിക്ക് തന്ന ദൈവത്തിൽ ഞാൻ അസംതൃപ്തനാണെന്നാണ്. ഞാൻ ചില ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഈ തിരുവല്ല ഈ ബസ് നോക്കിയിരിക്കുമ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രശ്നം, അതെപ്പോഴും എനിക്ക് എല്ലാവർക്കും പറയുന്നത്, കോട്ടയത്തിന് പോകണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടി എല്ലാം കാര്യമായിട്ട് പോകും. പക്ഷെ കോട്ടയത്തിന് പോകുന്ന വണ്ടിയിൽ ഇടിച്ചു കൂത്തിയ ആളായിരിക്കും. ഇനി നമുക്ക് അബദ്ധവശാൽ തിരുവനന്തപുരത്തിലാണ് പോകേണ്ടതെങ്കിൽ കോട്ടയത്തിന് പോകുന്ന വണ്ടി എല്ലാം കാര്യമായിരിക്കും, തിരുവനന്തപുരത്തിന് പോകുന്ന വണ്ടി ഭയങ്കര ഇതായിരിക്കും. അത് നമ്മൾ ഈ ക്യൂ നിന്ന് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് എത്ര പേരാ വരുന്നത്. ക്യൂ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ അങ്ങനെ കോമൺ അല്ല. നമ്മളിങ്ങനെ വലിയ കാര്യമായിട്ട് ക്യൂ നിൽക്കുമ്പോൾ വണ്ടിയോട് അടുക്കാറാകുമ്പോഴാണ് ഒരുത്തൻ വന്ന് വലിയ സൂട്ട് കേസും കൊണ്ട് വന്ന് നമ്മളെ ഇടിച്ച് നമ്മുടെ കാലിലോട്ട് ചെരുപ്പ് വിട്ട് അരച്ച് തേച്ച് അവൻ കയറി പോവുകയും ചെയ്തു. നമ്മൾ താഴെയും വീണു, വണ്ടിയും വിട്ടുപോയെന്ന് വെച്ചു. നമ്മളെന്താ പറയും? പ്രൈസ് ലോർഡ്, കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത് താങ്ക്സ് ഗിവിങ് എവിടെ കിടക്കുന്നുള്ളത്. അപ്പോഴാണ് താങ്ക്സ് ഗിവിങ് എവിടെ കിടക്കുന്നുള്ളത് അറിയുന്നത്. അപ്പൊ പല സമയത്തും നമ്മുടെ നന്ദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമുക്ക് വലിയ പ്രശ്നമില്ലാത്തപ്പോഴാണ് നമ്മൾ ഈ നന്ദിയെല്ലാം പറയുന്നത്. അപ്പൊ പ്രതിസന്ധിയിലാണ്, പ്രശ്നങ്ങളുള്ളപ്പോഴാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂരിലെ മീറ്റിങ്ങിന് വെച്ച് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ക്ഷമിക്കുന്നതിനെ കുറിച്ച് ഒരു സ്ത്രീ ചോദിച്ചൊരു ചോദ്യമാണ്, എന്റെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, എന്നോട് എപ്പോഴും ദേഷ്യപ്പെടും, എനിക്കും ദേഷ്യം വരും, എനിക്ക് ക്ഷമിക്കണമെന്നുള്ളൂ, പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എനിക്കും ദേഷ്യം വരും, ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞങ്ങൾ വഴക്കുണ്ടാക്കും, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തോ ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ആരോടാ ക്ഷമിക്കാൻ പറ്റുന്നത്? നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത് ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യം നമ്മളോട് ചെയ്തവരോടല്ല ക്ഷമിക്കാൻ പറ്റുള്ളൂ. അല്ല പിന്നെ ആരോടാ ക്ഷമിക്കേണ്ടത്? വേറെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തവരോട് നമുക്ക് പോയി ക്ഷമിക്കാൻ പറ്റുമോ? ഞാനതിന് ഉദാഹരണം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചു, തോന്നിവാസം കാണിച്ചത്. നമുക്ക് പറയാൻ പറ്റുമോ സദ്ദാം ഹുസൈനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു? എനിക്ക് പറയാൻ പറ്റുമോ? ഇനി സദ്ദാം ഹുസൈനോട് ഞാൻ ക്ഷമിക്കാനെന്നാ? ഇനി സദ്ദാം ഹുസൈൻ എന്നോട് കാര്യമൊന്നും കാണിച്ചില്ല. സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചതിന്, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നാപ്പോം ബോംബ് പൊട്ടിച്ചതിനോ
ഒക്കെ നമുക്ക് വേണമെങ്കിൽ അമേരിക്കയോട് നമുക്ക് അങ്ങ് ക്ഷമിക്കാം. വിയറ്റ്നാമിൽ നാപ്പോം ബോംബ് ഓടിച്ച അമേരിക്കയോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? അതിനകത്ത് കാര്യമൊന്നുമില്ല. ആരോടാണ് ക്ഷമിക്കേണ്ടത്? എന്നോട് തെറ്റ് ചെയ്തോടല്ലേ എനിക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷമിക്കാനുള്ള ക്ഷമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവികമായ ഒരു സ്വഭാവമാണ്, അല്ലേ? അപ്പൊ കർത്താവിന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ ദൈവം എനിക്കൊരു സാധ്യത തരുന്നത് തന്നെ എന്നോട് ആരെങ്കിലും ക്ഷമിക്കാൻ വയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ. അപ്പൊ അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവേ, എന്തൊരു സന്തോഷം, ഞാൻ ഇപ്പോഴാ എനിക്ക് നിന്റെ സ്വഭാവം ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് പറ്റിയത്. സ്തോത്രം, ഇല്ലേ? കണ്ടോ, താങ്ക്സ് ഗിവിംഗ് പോകുന്ന പോക്ക് കാണണം. ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചു എന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത്, ആരെങ്കിലും വഞ്ചിച്ചു, എന്നെ ആരെങ്കിലും വഞ്ചിക്കുമ്പോഴാ എനിക്ക് വാസ്തവത്തിലൊരു സമാധാനം ഉണ്ടാകുന്നത്. എന്നാന്നറിയാമോ? അന്നേരമാണല്ലോ എനിക്ക് ബോധ്യമാകുന്നത്, ഏതാണെങ്കിലും അയാൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലോ, ഞാൻ അയാളെ വഞ്ചിച്ചില്ലല്ലോ. കാര്യം എന്റെ എപ്പോഴത്തെയും പേടി ഞാൻ ആരെങ്കിലും വഞ്ചിക്കുന്നുണ്ടോ എന്നാണ്. കാര്യം നമുക്ക് നമ്മുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ വഞ്ചിച്ചെങ്കിലേ നമുക്ക് ഉറക്കം വരത്തുള്ളൂ. ഒരാൾ നമ്മളെ വഞ്ചിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ, അയാളെങ്കിലും വഞ്ചിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഒരാൾ വഞ്ചിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിന് നന്ദി പറയാനായിട്ട് പറ്റും, അല്ലേ? നന്ദി പറയുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നന്ദി പറയാൻ പറ്റും, കഴിയണം. കർത്താവിന് സ്തോത്രം പറയാനായിട്ട് കഴിയണം. സന്തോഷിച്ചിടും എല്ലായ്പ്പോഴും തന്നാമം നാം ആരാധിച്ചിടാം. സന്തോഷിച്ചിടും എല്ലായ്പ്പോഴും തന്നാമം നാം ആരാധിച്ചിടാം. തത്തിനോടും നൃത്തത്തോടും കിന്നരത്തോടും സ്തോത്രഗീതം പാടി വാഴ്ത്താം ആനന്ദത്തോടെ. യോഗ്യനാണവൻ, നിത്യം യോഗ്യനാണവൻ, കീർത്തനങ്ങൾ പാടി വാഴ്ത്താൻ യോഗ്യനാണവൻ. നാം സന്തോഷിച്ചിടും. മാനിവില്ലും ശോഭവെല്ലും സൂര്യതേജസ്സാണവൻ, കാണുമീ പ്രപഞ്ചമെല്ലാം തൻ കരത്തിൽ ചാരുലം. മാനിവില്ലും ശോഭവെല്ലും സൂര്യതേജസ്സാണവൻ, കാണുമീ പ്രപഞ്ചമെല്ലാം തൻ കരത്തിൽ ചാരുലം. കാലമെത്രയേറിയാലും ലോകമാകെ മാറിയാലും മാറുമോ തൻ വൻ പ്രതാപം, ക്ലേശവും മാഹാശ്ചര്യം. ഭക്തിയോടും നൃത്തത്തോടും കിന്നരത്തോടും സ്തോത്രഗീതം പാടി വാഴ്ത്താം ആനന്ദത്തോടെ. യോഗ്യനാണവൻ, നിത്യ